എല്ലാവർക്കും നമസ്കാരം. നമ്മള് റെഗുലർ ക്ലാസ് ആണിത്. നേരത്തെ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ലാസ്റ്റിൽ പഠിച്ചതിന്റെ തുടർച്ചയായിട്ട് കുറച്ചായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ലാസ്റ്റിൽ പഠിച്ച ഭാഗം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് ഓർക്കാൻ വേണ്ടി ഒന്ന് പറയാം. എന്നിട്ട് അതിന്റെ കുറച്ചായിട്ട് നമ്മൾ പഠിച്ചു പോവാം. ഓക്കെ, ശരി. അപ്പൊ ലാസ്റ്റിൽ നമ്മൾ പഠിച്ചത് സെറ്റിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ആയിരുന്നു. അതിന്റെ പേര് സബ് സെറ്റുകൾ. ഇത് ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയി നമ്മൾ പഠിച്ചതാണ്. അതിന്റെ പ്രധാന പോയിന്റ്സ് ഞാൻ പറയാം. ഇതാണ് സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാൽ. ഒരു സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാൽ മലയാളത്തില് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മീനിങ് ഇങ്ങനെയാണ്: ഒരു സെറ്റിൽ നിന്നും എഴുതാൻ പറ്റുന്ന ചെറിയ സെറ്റുകളെ ജനറലി സബ്സെറ്റുകൾ എന്ന് പറയും. ഒരു സെറ്റ് നമ്മളെ കയ്യിലുണ്ട്, അതിനകത്തുള്ള മെമ്പറുകൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ചെറിയ ചെറിയ സെറ്റുകൾ, അതിനെയാണ് സബ്സെറ്റുകൾ എന്ന് ജനറലി ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷൻ വേറെ രീതിയിൽ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്ത് ഒന്നുകൂടെ പറയാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് 4, 5, 6. എപ്പോഴും 1, 2, 3 പറയാം, ഒരു ചേഞ്ചിന് ആയിക്കോട്ടെ. 4, 5, 6. ഇതിനകത്ത് 3 എലമെന്റ്സ് ഉണ്ട്. ഈ 3 എലമെന്റ്സുകളെ ഉപയോഗിച്ച് നമുക്ക് ഏതെല്ലാം സെറ്റുകൾ ഫോം ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഇതിനകത്തുള്ള ഓരോ മെമ്പേഴ്സിനെ ഉപയോഗിച്ചും ചെറിയ ചെറിയ സെറ്റുകൾ എഴുതാം. സെറ്റ് 1 എഴുതാം, 1 അല്ലെങ്കിൽ 4 അല്ലേ, 4 എഴുതാം, 5 എഴുതാം, 6 എഴുതാം. ഇതിലെ മെമ്പേഴ്സ് ഉപയോഗിച്ച് എഴുതുന്ന സെറ്റുകളല്ലേ. ഓക്കെ, ഇനി 2 മെമ്പറുകളെ എടുത്തും കുറച്ച് സെറ്റുകൾ എഴുതാം. ഏതാണ്? മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ആദ്യം 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4, 5 എഴുതാം, 4, 6 എഴുതാം. ഇനി 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 5, 4 എഴുതാം. പക്ഷെ അത് 4, 5ന് തുല്യമായതുകൊണ്ട് ഇനി എഴുതും. 5, 6 എഴുതാം. ഓക്കെ, വേറെ ഉള്ള 1, 2, 3, 4, 5. ഇനി 3 എലമെന്റുകളും ഉപയോഗിച്ച് അത് 4, 5, 6. ഇതിനെ ഏത് ഓർഡറിൽ എഴുതിയാലും അതെല്ലാം ഒരേ സെറ്റുകളാണല്ലോ. ഓക്കെ, ശരി. സെറ്റുകളുടെ ആ പ്രോപ്പർട്ടിയിൽ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യമാണ്, സെറ്റുകളെ ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. 4, 5, 6 തന്നെയാണ് 6, 5, 4 അല്ലെങ്കിൽ 6, 4, 5 ഏതെഴുതിയാലും ഒരേ കാര്യം. ഓക്കെ, പിന്നെ അപ്പൊ ഇത്രയും സെറ്റുകൾ ഈ സെറ്റിലെ എലമെന്റുകൾ ഉപയോഗിച്ച് എഴുതുന്ന സെറ്റുകളല്ലേ. ഇതെല്ലാം ഇതിന്റെ സബ് ആയിട്ടുള്ള സെറ്റുകളാണ്, അഥവാ സബ് സെറ്റുകളാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക, നൾ സെറ്റ് അഥവാ ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റ് ഉണ്ടല്ലോ, അത് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റായി കോമൺ ആയി എഴുതുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സെറ്റുകളെ ജനറലി വിളിക്കുന്ന പേരാണ്. ഇതിനകത്തുള്ള ഓരോ സെറ്റുകളും ഈ സെറ്റിന്റെ സബ്സെറ്റുകളാണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത, ഇതിനകത്തുള്ള ഏതൊരു സെറ്റ് എടുത്താലും, ഇതിലെ ഏത് സെറ്റ് എടുത്താലും അതിലെ എലമെന്റ്സ് എല്ലാം ഈ വലിയ സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. ഇതിനകത്തുള്ള എലമെന്റ് എടുത്താൽ ഇതിലുണ്ട്, ഇതിലുള്ളത് എടുത്താലുണ്ട്, ഇതിലുള്ളത് എടുത്താലുണ്ട്. ഏത് സെറ്റിലെ എലമെന്റുകൾ എടുത്താലും അത് ഇതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇതിന്റെ സബ്സെറ്റ് ആണ് എന്ന രീതിയിലാണ് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഡെഫിനിഷൻ എഴുതിയത്. അതായത് ഓൾ ദ എലമെന്റ്സ് ഓഫ് എഴുതാം, ഓൾ ദ എലമെന്റ്സ് ഓഫ് എ ആർ ഇൻ ബി. എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ടെങ്കിൽ then we say that A is the subset of B. എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയും. ഓക്കെ, എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളതിനെ സിമ്പിൾ ഉപയോഗിച്ച് ഇങ്ങനെ സി പോലുള്ളത് ഇങ്ങനെ നീട്ടി എഴുതും. ഓക്കെ,
ഇതിനെ എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒരു വലിയ സെറ്റും ബാക്കി ചെറിയ സെറ്റുകളും അല്ലേ, ഈ വലിയ സെറ്റ് വരുന്ന ഭാഗം ഇതിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്തും സബ്സെറ്റ് ആയിട്ടുള്ള ചെറിയ സെറ്റ് ഇതിന്റെ അടഞ്ഞിരിക്കുന്ന ഭാഗത്തും. ഓക്കെ, ശരി. ഇനി ഓർമ്മിക്കുക, നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇത് ഈ സെറ്റ് തന്നെയല്ലേ. അപ്പോൾ ഏതൊരു സെറ്റും അതേ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നൾ സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ്, ഏതൊരു സെറ്റും അതേ സെറ്റിന്റെ തന്നെ സബ്സെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഓക്കെ, ഇനി ഈ സബ്സെറ്റുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷനും കൂടെ പഠിക്കും. അപ്പൊ ഇത് ഓർമ്മിക്കാൻ പറ്റുമല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതും ഇപ്പോഴും ഞാൻ ഇൻട്രൊഡക്ഷനായി പറഞ്ഞതുമായ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും, പെട്ടെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. ശരി, ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ കൂടെ എഴുതുകയാണ്. കുറച്ച് കാര്യങ്ങളും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അപ്പൊ എക്സാമ്പിൾ എഴുതും തോറും സബ്സെറ്റുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വരും. ഓക്കെ, ശരി. ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് സ്മാൾ ലെറ്റർ എ ബി സി ഡി. ഓക്കെ, ഈ ക്യാപിറ്റൽ എയുടെ സബ്സെറ്റുകൾ എഴുതുക എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്ന് കരുതും. നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? എല്ലാ സബ്സെറ്റുകളും എഴുതാൻ പറയണം. ക്യാപിറ്റൽ എയുടെ എല്ലാ സബ്സെറ്റുകളും എഴുതാൻ പറയണം. നമ്മൾ എങ്ങനെ എഴുതും? ഒരെണ്ണം പോലും മിസ്സാവരുത്. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 എണ്ണം. ഓക്കെ, അപ്പൊ ഓരോ എലമെന്റുകൾ വീതം എഴുതുന്ന സബ്സെറ്റുകൾ എഴുതുക. 2 എണ്ണം വീതമുള്ള സബ്സെറ്റുകൾ എഴുതുക. 3 എണ്ണമുള്ള സബ്സെറ്റുകൾ എഴുതുക. 4 എണ്ണമുള്ള സബ്സെറ്റുകൾ എഴുതുക. നൾ സെറ്റുകൾ എഴുതുക. അപ്പോഴെല്ലാം തെറ്റിപ്പോകാതെ വരും. ഓക്കെ, ഞാനൊന്ന് പറയാം, നിങ്ങളും കൂടെ അതിന്റെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കും. ഓക്കെ, ആദ്യം ഓരോ എലമെന്റുകൾ വീതമുള്ള സബ്സെറ്റ് എഴുതുക. ആ സെറ്റ് എ ആർക്കും സംശയം കാണൂല. സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് ഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഇത് മനസ്സിലാക്കും. ഓക്കെ, ഇനി 2 എലമെന്റുകൾ വീതമുള്ള എല്ലാ സബ്സെറ്റുകളും ഞാൻ എഴുതാൻ പോവുകയാണ്. എല്ലാം ഓർമ്മിക്കണം, ഒരെണ്ണം പോലും മിസ്സായി പോകരുത്. അപ്പൊ ആദ്യം അത് എല്ലാം എഴുതണം, ഒന്നും മിസ്സാകാതെയും ഇരിക്കണം. എങ്കിൽ അതിന് നമ്മളൊരു പ്രത്യേക ഓർഡർ കീപ്പ് ചെയ്ത് എഴുതിയാൽ മതി. ഞാൻ പറയുന്നു, ആദ്യം എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം അതെന്ന് വരും. എ ബി, എ സി, എ ഡി. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ആയില്ലേ, സംശയമില്ലല്ലോ. ഇനി ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുതാം. ബി എ എഴുതാൻ പറ്റുമോ? എ ബി ഉണ്ട്, അത് തന്നെയാണ് ബി. അപ്പൊ ഒരു തവണ എഴുതിയാൽ. അപ്പൊ ഇനി ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബി സി, ബി ഡി. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇനി അടുത്ത സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന് സി എന്ന് എഴുതിയാൽ എ സി ഉണ്ട്, ഇനി അത് എഴുതണ്ട. സി ബി എന്ന് എഴുതിയാൽ ബി സി ഉണ്ട്, അതിനെ എഴുതണ്ട. അപ്പൊ ഇനി ഏതാ ഉള്ളൂ? സി ഡി. ഇനി ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെഴുതിയാലും അതിവിടെ എല്ലാം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 2 എണ്ണം വീതമുള്ള എല്ലാം ആയി. അപ്പൊ ഓരോന്നിനും സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി നോക്കി എഴുതിയാൽ മതി. ഇനി ഇതേപോലെ 3 എണ്ണം വരത്തക്ക രീതി എങ്ങനെ എഴുതാം? ആദ്യം എ വരത്തക്ക രീതി, അതിൽ എ ബി സി എഴുതാം, എ ബി ഡി എഴുതാം. ഇനി എയും ബിയും വരുന്ന എല്ലാം കഴിഞ്ഞു, എ സി ഡി എഴുതാം. ഇത്രയല്ലേ ഉള്ളൂ. ഇനി ബിയിൽ സ്റ്റാർട്ട് ചെയ്ത രീതി, ബിയിൽ സ്റ്റാർട്ട് ചെയ്ത രീതിയിൽ ബി സി ഡി. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ബി എ ഡി, അത് എ ബി ഡിയിൽ വരും. ബാക്കിലോട്ട് നോക്കി എഴുതിയാൽ അത് നേരത്തെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും, അത് വേണ്ട, പിന്നേക്ക് നോക്കി എഴുതിയാൽ മതി. ബി സി ഡി. ഇനി സിയിൽ സ്റ്റാർട്ട് ചെയ്ത രീതിയിൽ സി ഡി എ, അങ്ങനെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം എവിടെയെങ്കിലും കാണും. അപ്പൊ അതുകൊണ്ട് അത് എഴുതാം. അപ്പോഴും 3 എണ്ണം വീതമുള്ള എല്ലാം ആയല്ലോ. ഓക്കെ, ശരി. ഇനി ഏത് വേണം? 4 എണ്ണം വീതമുള്ളൂ. അത് എ ബി സി ഡി മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും എഴുതിയാൽ ഇതിന്റെ എലമെന്റുകളെ ഓർഡർ മാറ്റി എഴുതുന്നതാവും.
ഒരു ഓർഡറിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 4 എഴുതി പോയി. അപ്പൊ എല്ലാ സബ്സെറ്റുകളും ആയി, ഒരെണ്ണം ഒഴികെ. ഏത്? നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. ഇത്രയും സബ്സെറ്റുകളല്ലേ ഇതിനകത്ത് എഴുതാൻ പറ്റുള്ളൂ. ഈ എഴുതിയിരിക്കുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ സബ്സെറ്റുകൾ എഴുതാൻ നിങ്ങൾക്ക് അറിയാം എന്നാണ് മീൻ. ഇത് നിങ്ങൾ നോക്കിയിട്ട് സംശയം ഉണ്ടാകുന്ന നോക്കും. സ്വന്തമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലും കൂടെ എഴുതണം. ബോർഡിൽ നോക്കണ്ട, നോട്ട്ബുക്കിൽ സ്വന്തമായിട്ട് എഴുതുക. സംശയമുള്ളത് ബോർഡിൽ നോക്കുക. നിങ്ങൾ എഴുതിക്കുന്നത് ശരി തന്നെയെന്ന് അറിയാൻ വേണ്ടി മാത്രം. ഇതുമായി മാച്ച് ആവുന്നുവെങ്കിൽ നിങ്ങൾക്ക് സബ്സെറ്റുകൾ മനസ്സിലായി എന്നാണ് അർത്ഥം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് നമുക്ക് പഠിച്ചു തന്നെ പോകണം. ഓക്കെ, എല്ലാവരും നോക്കി നോക്കി. ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടി എന്നാണ് എല്ലാവരും കാണിച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, ശരി. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കും. ഇത് എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകളല്ലേ എഴുതിക്കുന്ന. ഓക്കെ, ഈ സബ്സെറ്റുകളിൽ ഈ സബ്സെറ്റ് ഇത് എക്ക് തുല്യമായിരുന്നല്ലോ. ഇത് ഒഴികെയുള്ള ബാക്കി എല്ലാ സബ്സെറ്റുകളിലും ഇതിനേക്കാൾ കുറച്ചുള്ള എലമെന്റുകളല്ലേ ഉള്ളൂ. അപ്പൊ ഈ സബ്സെറ്റുകളെ എല്ലാം നമ്മൾ പറയുന്നത് പ്രോപ്പർ സബ്സെറ്റുകളാണ്. ആ സെറ്റ് ഒഴികെയുള്ള അതിന്റെ എല്ലാ സബ്സെറ്റുകളെയും എന്ത് പേര് വിളിക്കും? പ്രോപ്പർ സബ്സെറ്റുകൾ എന്ന് വിളിക്കും. ആ ടേം ഓർമ്മിച്ച് വെച്ചത്. അപ്പൊ പ്രോപ്പർ സബ്സെറ്റുകൾ എന്താണ്? ഓക്കെ, ഇനി ഇത് തന്നെ അതിന്റെ സബ്സെറ്റായി വരൂലേ. ഇതിനെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കൂല. ഇതിനെ നമ്മളൊരു പേര് വിളിക്കും സൂപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പൊ 2 ടൈം പഠിച്ചു. ഒന്ന് പ്രോപ്പർ സബ്സെറ്റും അടുത്ത സൂപ്പർ സബ്സെറ്റ് അല്ലെങ്കിൽ സൂപ്പർ സെറ്റ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയാം. ഈ സെറ്റിന്റെ സബ്സെറ്റുകളെല്ലാം നമ്മൾ എഴുതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇതില് ഈ സെറ്റും സബ്സെറ്റായി ഇവിടെ വരുമായിരുന്നു. ഞങ്ങൾ മാറ്റതാണ്. ഇത് ഒഴികെയുള്ള ബാക്കി എല്ലാ സബ്സെറ്റുകളും എടുത്തു നോക്കിയാലും ഇതിനേക്കാൾ കുറച്ച് എലമെന്റുകൾ ഉൾപ്പെട്ടിട്ടുള്ള സബ്സെറ്റുകളാണല്ലോ. ഇതിനെ എല്ലാം ജനറലി വിളിക്കുന്നത്, അതായത് ഒരു സെറ്റിന്റെ സബ്സെറ്റുകളിൽ അത് ഒഴികെയുള്ള ബാക്കി എല്ലാ സബ്സെറ്റുകളെയും ജനറലി വിളിക്കുന്ന ഒരു പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയ? ഈ സെറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ സബ്സെറ്റുകളെയും ജനറലായി വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞു. നോട്ട് എഴുതിയാന്ന് എനിക്കറിയാൻ വയ്യ. ഇല്ലെങ്കിൽ നമുക്കിന്ന് എഴുതാം. പ്രോപ്പർ സബ്സെറ്റ് ഇവിടെ കിട്ടുമല്ലോ. ശരി, ഇനി ഈ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആണല്ലോ. ഇതിനെ വിളിക്കുന്ന പേര് സൂപ്പർ സബ്സെറ്റ് എന്നോ അല്ലെങ്കിൽ സൂപ്പർ സെറ്റ് എന്നോ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സംശയം ഉണ്ടെങ്കിൽ പറയാം. ശരി, ഇനി അടുത്ത പോയിന്റും കൂടി ശ്രദ്ധിക്കുക. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യനും ചോദിക്കും. ഒന്നുമില്ല, ഇതിനകത്ത് തന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ്. ഇനി സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, സൂപ്പർ സബ്സെറ്റ് മനസ്സിലായി. ഇനി ഇതിന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതാൻ പറഞ്ഞാൽ ഇവിടെ ഒരു എ ബി സി ഡിയും കൂടി വരും. നൾ സെറ്റും വരും. ഓക്കെ, ശരി. ഈ സെറ്റുകൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 സബ്സെറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ 16 സബ്സെറ്റുകളെയും കൂടി ഒരൊറ്റ വലിയ സെറ്റിനകത്ത് എഴുതുന്നു. ഈ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ വലിയൊരു സെറ്റ് ഉണ്ട്. ഈ വലിയ സെറ്റിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും ഇതേപോലെ സെറ്റുകളാണ്. ആ സെറ്റുകൾ എയുടെ സബ്സെറ്റുകളാണ്. അപ്പൊ എയുടെ സബ്സെറ്റുകളെ എല്ലാം നിരത്തി എഴുതിയിട്ട് ഒരു വലിയ സെറ്റിനകത്താക്കി വെച്ചേക്കാണ്. ഈ വലിയ സെറ്റിനെ നമ്മളൊരു പേര് വിളിക്കും എ എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റ്. പവർ സെറ്റ് ഓഫ് എ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ പവർ സെറ്റ് ഓഫ് എയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പി ഓഫ് എ എന്നാണ്. പരീക്ഷയ്ക്ക് ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ പവർ സെറ്റ് എഴുതാനോ അല്ലെങ്കിൽ പി ഓഫ് എ കാണാനോ ചോദിക്കും. എങ്ങനെ ചെയ്യും? ഈ തന്നേക്കുന്ന സെറ്റിന്റെ സബ്സെറ്റുകളെല്ലാം ഒരെണ്ണം പോലും മിസ്സാവാതെ നിങ്ങൾ നിരത്തി എഴുതുക. എന്നിട്ട് അതിനെ എല്ലാത്തിനെയും കൂടെ ഒരു വലിയ സെറ്റിനകത്ത് നടത്തുക. അപ്പൊ ഈ വലിയ സെറ്റിലെ മെമ്പറുകളെല്ലാം ചെറിയ ചെറിയ സെറ്റുകളാണ്.
ആ ചെറിയ ചെറിയ സെറ്റുകളെല്ലാം എയുടെ സബ്സെറ്റുകളാണ്. അങ്ങനെയുള്ള ഈ വലിയ സെറ്റിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ് ഓഫ് എ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പി ഓഫ് എ എന്നാണ്. പി ഇട്ടിട്ട് ബ്രാക്കറ്റിൽ ഒരു എ കൊടുക്കും. ഇതിന് നമ്മൾ വായിക്കുന്നത് പി ഓഫ് എ എന്നോ അല്ലെങ്കിൽ പവർ സെറ്റ് ഓഫ് എ എന്നോ ആണ്. ഓക്കെ, ഒരു ചെറിയ ഒരു കാര്യം ഒരു പുകമറ പോലെ മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഞാൻ ഇനി വേറെ ഒന്നുകൂടി ഒരു എക്സാമ്പിളും കൂടെ എടുത്ത് വീണ്ടും പറയാം. ഓക്കെ, ശരി. ഒരു സെറ്റ് ഞാനാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. വീണ്ടും അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ പറയണം. എ ഈക്വൽ ടു സെറ്റ് 2, 4, 6. ഇതിന്റെ സബ്സെറ്റുകൾ എഴുതാൻ പറയണം. ഞാൻ എഴുതുകയാണ്, ആൻസർ നോക്കുക. സംശയം ഉണ്ടെങ്കിൽ പറയാം. സെറ്റ് 1 ഒരു സബ്സെറ്റ് ആണ്. സോറി, സെറ്റ് 1 അല്ല, സോറി, സെറ്റ് 2, സെറ്റ് 4, സെറ്റ് 6. ഓരോ എലമെന്റുകൾ വീതമായുള്ളത് ആയല്ലോ. അടുത്തത് സെറ്റ് 2, 4. ആർക്കും സംശയമില്ല. സെറ്റ് 2, 6 അറിയാം എല്ലാവർക്കും. സെറ്റ് 4, 6 രണ്ട് എലമെന്റുകൾ വീതമുള്ളതായല്ലോ, സംശയമില്ല. സെറ്റ് 3 എലമെന്റുകൾ ഉള്ളത് 2, 4, 6 അറിയാം, നമ്മൾ ഒത്തിരി എഴുതിയതാണ്. അടുത്ത നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ്. ഈ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകളാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഇത് സംശയമുള്ളവരുണ്ടെങ്കിൽ പറ. എയുടെ സബ്സെറ്റുകളാണ് ഇത് എന്ന് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നതിൽ സംശയമുള്ളത് എഴുതുന്ന പറ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ശരി, ഇതില് 2, 4, 6 എന്ന് പറയുന്ന സബ്സെറ്റ് ഞാൻ ഈ നീല മഷി കൊണ്ട് വരച്ചേക്കുന്ന 2, 4, 6 എന്ന് പറയുന്ന സബ്സെറ്റ്, അത് ഒഴികെയുള്ള എല്ലാ സബ്സെറ്റുകളെയും പറയുന്ന പേര് ഞാൻ പറഞ്ഞു, പ്രോപ്പർ സബ്സെറ്റ്സ്. പ്രോപ്പർ സബ്സെറ്റ്സിൽ സംശയം ഉണ്ടെങ്കിൽ പറ. ഇനി ഈ സബ്സെറ്റിന്റെ പ്രത്യേകത, ഈ നീല ബോക്സിനകത്ത് വരച്ചിട്ടേക്കുന്ന സബ്സെറ്റിന്റെ പ്രത്യേകത, അത് ഈ സെറ്റിന് തന്നെ ഈക്വൽ അല്ലേ. അങ്ങനെ ഒരു സബ്സെറ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചേക്കാണല്ലോ. ഈ സബ്സെറ്റിന് പ്രോപ്പർ സബ്സെറ്റിൽ ഉൾപ്പെടാത്ത ഒരേ ഒരു സബ്സെറ്റേ ഉള്ളൂ, അത് എക്ക് തന്നെ തുല്യമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ സെറ്റ് അല്ലെങ്കിൽ സൂപ്പർ സബ്സെറ്റ്. ഇനി സൂപ്പർ സെറ്റിന് സംശയം ഉണ്ടെങ്കിൽ പറയാം. സൂപ്പർ സബ്സെറ്റ് ഓർ സൂപ്പർ സെറ്റ്, അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി പറ. ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, ഇനി എയുടെ എല്ലാ സബ്സെറ്റുകളും കൂടെ ഞാൻ ഇങ്ങനെ നിരത്തി എഴുതിയിരിക്കുകയാണല്ലോ. ഈ സെറ്റുകളെ എല്ലാം ഞാൻ ഒരു ഒറ്റ സെറ്റിനകത്താക്കി ഒന്ന് നിരത്തി എഴുതുക. അപ്പൊ അതിങ്ങനെ കിട്ടുമല്ലോ. ഈ എഴുതിയിരിക്കുന്ന സെറ്റിന്റെ പ്രത്യേകത ഇതൊരു വലിയ സെറ്റാണ്. ഈ സെറ്റിനകത്തുള്ള മെമ്പേഴ്സ് എല്ലാം ചെറിയ ചെറിയ സെറ്റുകളാണ്. ഈ ചെറിയ ചെറിയ സെറ്റുകളെല്ലാം എയുടെ സബ്സെറ്റുകളാണ്. അപ്പൊ എയുടെ സബ്സെറ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെറ്റ് പിടികിട്ടിയല്ലോ. ഇതിനെ വിളിക്കുന്ന പേരാണ് എയുടെ പവർ സെറ്റ്. അപ്പൊ നമ്മൾ പറയും പവർ സെറ്റ് ഓഫ് എ. ഇതിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ് ഓഫ് എ. ഓക്കെ, ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പൽ ഉണ്ട്, പി ഇട്ടിട്ട് ബ്രാക്കറ്റിൽ എ, പി ഓഫ് എ. മനസ്സിലായല്ലോ. അപ്പൊ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, പബ്ലിക് എക്സാമിനേഷന് ചോദിക്കും പവർ സെറ്റ് കാണാൻ. അപ്പൊ എന്ത് ചെയ്യണം? തന്നേക്കുന്ന സെറ്റിന്റെ സബ്സെറ്റുകളെല്ലാം നിങ്ങൾ തെറ്റാതെ നിരത്തി എഴുതുക, കോമ കൊടുക്കുക, ഒരു വലിയ ബ്രാക്കറ്റിനകത്ത്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള കാര്യം. എല്ലാവരും നമുക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് കളയുന്ന ഒരു ടേമാണ് പവർ സെറ്റ്. ഇനി നമ്മളത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് എഴുതാൻ. ഞാൻ ഈ പവർ സെറ്റ് കണ്ടുപിടിച്ചതിലോ, ഈ പ്രോപ്പർ സബ്സെറ്റ് എന്നുള്ള പേര് പറഞ്ഞതിലോ, സൂപ്പർ സെറ്റ് എന്ന് പറയുന്ന പേര് പറഞ്ഞതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ, പെട്ടെന്ന്.
ശരി, ഓക്കെ. ഇനി ഈ സബ്സെറ്റുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ഞാൻ അത് ഇപ്പോഴും വീണ്ടും പറയാത്തതിന്റെ കാര്യം പവർ സെറ്റുമായിട്ടും കൂടെ കണക്ട് ചെയ്ത് നമുക്കത് പഠിക്കാം. ഓക്കെ, ശരി. ഇനി ഇവിടെ നോക്ക്, എ എന്ന് പറയുന്ന സെറ്റ് അത് 2, 4, 6 ആണല്ലോ. എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ആണ് ഉള്ളത്. നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ഇതിനകത്ത് 3 എലമെന്റ്സ് ആണുള്ളത്. ഓക്കെ, ഈ 3 എലമെന്റ്സ് എയിൽ ഉണ്ടായിരുന്നപ്പോൾ എത്ര സബ്സെറ്റുകൾ കിട്ടി നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8. എയില് 3 എലമെന്റ്സ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് 8 സബ്സെറ്റുകൾ കിട്ടി. ഓക്കെ, ഞാൻ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ 4 എലമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എത്ര സബ്സെറ്റുകൾ കിട്ടിയെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയായിരുന്നു. 16 സെറ്റുകൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 എലമെന്റുകൾ വരുമ്പോൾ എത്ര സബ്സെറ്റുകൾ വരും നോക്കാം. ഒരു പെട്ടെന്നൊരു സിമ്പിൾ എക്സാമ്പിൾ എഴുതാൻ പോവുകയാണ്. ബി ഈക്വൽ ടു സെറ്റ് 1, 2 മാത്രമാണ് എഴുതുന്നത്. ഇതിന്റെ സബ്സെറ്റുകൾ എല്ലാവർക്കും അറിയാം. സെറ്റ് 1 അറിയാം, സെറ്റ് 2 അറിയാം, സെറ്റ് 1, 2 അറിയാം, സെറ്റ് അറിയാം ആണല്ലോ. എത്ര എണ്ണം ഉണ്ട്? 4. അപ്പോൾ ഈ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ സെറ്റും കിട്ടിയ ആകെ സബ്സെറ്റുകളുടെ എണ്ണവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ആ കണക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എങ്കിലും ഞാൻ കണക്ഷൻ ഒന്നുകൂടെ എഴുതുന്നു. ഇവിടെ 3 എണ്ണമാണ് ഉള്ളതെങ്കിൽ അതിന്റെ ടോട്ടൽ സബ്സെറ്റുകളുടെ എണ്ണം 2:3 ആയിരിക്കും. 2:3. 4 എണ്ണമാണ് ഉള്ളതെങ്കിൽ അതിന്റെ എണ്ണം 2:4 ആയിരിക്കും. 2 എണ്ണമാണ് ഉള്ളതെങ്കിൽ അതിന്റെ എണ്ണം 2:2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10 എണ്ണമുള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റുകൾ എഴുതാൻ പറ്റും? 2:10. അറിയാലോ. ശരി, നിങ്ങൾ പറയുന്ന ആൻസർ പോലെ തന്നെ. ഇനി ഇതിനെ ജനറലി എങ്ങനെ പറയാം? ഒരു സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ്, അതിനകത്ത് n നമ്പർ ഓഫ് എലിമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് n ഓഫ് എ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ആകെ സബ്സെറ്റുകളുടെ എണ്ണം, കഴിഞ്ഞ ദിവസം ഞാൻ നോട്ട് പറഞ്ഞിട്ടാണ് പോയത്, ആകെ സബ്സെറ്റുകളുടെ എണ്ണം 2:n ആയിരിക്കും. മറന്നു പോകരുത്. പരീക്ഷയ്ക്ക്, എല്ലാ വർഷത്തെ പരീക്ഷയ്ക്കും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കും. ആർക്കും മിസ്സാവരുത്. എൻട്രൻസിനും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മൾ വലിയ കാര്യങ്ങളാണ് ഇപ്പൊ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു സെറ്റിനകത്ത് n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ആകെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? 2:n ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ പവർ സെറ്റിലെ എണ്ണം ചോദിച്ചാലും 2:n ആയിരിക്കില്ലേ? സബ്സെറ്റുകളുടെ സെറ്റ് അല്ലേ പവർ സെറ്റ്? പവർ സെറ്റിലെ എണ്ണവും എത്ര തന്നെയായിരിക്കും? 2:n ആയിരിക്കും. അതായത് പവർ സെറ്റിനെ P ഓഫ് എ എന്ന് നമ്മൾ എഴുതൂലേ, അതിന്റെ നമ്പർ ഓഫ് P ഓഫ് എയും എന്ത് തന്നെയായിരിക്കും? 2:n തന്നെയാണ്. ഈ കാര്യം പറയാൻ വേണ്ടിയാണ് എണ്ണത്തിന്റെ കാര്യം നേരത്തെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഏകദേശം ഞാൻ ഓർഡറിൽ ഇത് ഒന്നും കൂടെ പറയും. നമ്മൾ ഇതിനകത്ത് വിട്ടുപോയിട്ടുള്ള നോട്ടുകൾ എഴുതും. സംശയമുള്ള എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. പെട്ടെന്നാവട്ടെ. ശരി, അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി പഠിക്കുന്ന പോയിന്റ് 1 സബ്സെറ്റ്. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് അടുത്ത പഠിച്ചത് പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, അടുത്തൊരു ടൈം സൂപ്പർ സെറ്റ്. ഓക്കെ, പിന്നെ ഇന്ന് നമ്മൾ പഠിച്ചപ്പോ ഇത് 3 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിച്ച ടൈം പവർ സെറ്റ്. ഓക്കെ, ഇനി സബ്സെറ്റുകളുടെ നമ്പർ,
അതേപോലെ പവർ സെറ്റുകളുടെയും നമ്പർ ഓഫ് എലമെന്റ്സ്. സബ്സെറ്റുകളുടെ നമ്പർ തന്നെയാണ് പവർ സെറ്റുകളുടെയും നമ്പർ ഓഫ് എലമെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, മനസ്സിലാവുമല്ലോ? ശരി, ഇനി ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇതിന്റെ നോട്ട് പറയുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ നോട്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്. എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ടും സംശയം ഉണ്ടെങ്കിൽ പിന്നെ പറയാം. ഓക്കെ, ശരി. സൈഡ് ഹെഡിങ് ഞാൻ കൊടുക്കുക പവർ സെറ്റ്. POWER പവർ സെറ്റ്. POWER പവർ സെറ്റ്. ഞാൻ ടെസ്റ്റിനകത്തുള്ള ഡെഫിനിഷൻ അതേപോലെ പറയാണ്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിക്കണ്ട, മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ നോട്ട് എഴുതും, നിങ്ങൾ മനസ്സിലാക്കി മാത്രം വെച്ചിരുന്നാൽ നമ്മൾ മനസ്സിൽ വേണം, അത് വേണം. ഓക്കെ, ശരി, എഴുതുക. ദ കളക്ഷൻ COLLECTION ദ കളക്ഷൻ ഓഫ് all all subsets 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 of a set capital A is called CALLED is called the power set. POWERSET the power set of A. പവർ സെറ്റ് ഓഫ്, അങ്ങനെ വേർഡ്സിൽ തന്നെ എഴുതണം. സിമ്പിൾ ആകുമ്പോൾ പിന്നീട് പറയാം. പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ. ഫുൾ സ്റ്റോപ്പ്. ശരി, അടുത്ത ലൈനിൽ അറിയാലോ, നമ്മള് സാറ് നോട്ടൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതി പോകും. അപ്പൊ അടുത്ത പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ താഴെ സെന്ററിൽ എഴുതണം. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ അടുത്ത ലൈനായിട്ട് എഴുതും. അടുത്ത ലൈൻ എന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നുണ്ട്. മാത്സിൽ നമ്മളിങ്ങനെ ഒരു എസ്സേ പോലെ നമ്മൾ എഴുതില്ല, ഓരോരോ പോയിന്റ് വൈസ് ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ശരി, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. നിങ്ങൾ അടുത്ത ലൈനിൽ എഴുതുക. ദ പവർ സെറ്റ് ഓഫ് എ. വേർഡിൽ എഴുതുക. ദ പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ is denoted by DENOTED denoted by capital P എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ എ. P of A is denoted by P of A. ഓക്കെ, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. അതെന്ന് പറഞ്ഞാൽ അടുത്ത ലൈനിൽ in P of A in P of A every element every element ELEMENT in P of A every element is a set in P of A. In P of A every element is a set. എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എയില് എല്ലാ എലമെന്റുകളും സെറ്റുകളാണ്, ചെറിയ ചെറിയ സെറ്റുകളാണല്ലോ. ഇൻ പി ഓഫ് എ എവരി എലമെന്റ് ഈസ് എ സെറ്റ്. ഇൻ P of A in P of A in P of A ഇറ്റല്ല in P of A in P of A ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, in P of A every element is a set. P of A പവർ സെറ്റില് എല്ലാ എലമെന്റുകളും സെറ്റുകളാണ്. every element is a set. ഓക്കെ, അപ്പൊ കുറച്ചുപേര് സ്പീഡപ്പ് ആക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ചുപേര് അതിനകത്ത് ഫോളോ ചെയ്ത് എത്താത്തത് കൊണ്ടാണ് നമ്മളിപ്പോ സ്ലോയിൽ പോകുന്നത്. ഓക്കെ, നല്ലപോലെ പഠിച്ചെത്തിയതിനു ശേഷം കുറച്ചുകൂടെ സ്പീഡിൽ പോവാം.
അപ്പൊ കുറെ ആൾക്കാർ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഇല്ലാതിരുന്നവരുണ്ട്, ഇനി പുതുതായിട്ട് വന്ന് ചേർന്നവരുണ്ട്. അപ്പൊ എല്ലാവരും അതിന്റെ കൂടെ ഫോളോ ചെയ്ത് എത്തണം. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് കുറച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ഉള്ളവരും കൂടെ അറിയാവുന്ന മനസ്സിലായവരും കൂടെ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുക കേട്ടോ. നമ്മൾ നല്ലതുപോലെ എല്ലാം ആയതിനു ശേഷം, ബേസ് എല്ലാം ആയതിനു ശേഷം നമുക്ക് സ്പീഡ് അപ്പിൽ പോകാം. ഓക്കെ, ശരി. ഇനി 1-2 പോയിന്റുകളായിട്ട് ഞാൻ പറയുന്ന പോയിന്റുകൾ ബോക്സിനകത്ത് വരച്ചെടുക്കും. ആ ഓരോ പോയിന്റുകളും ഞാൻ പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന് കൂടെ നോക്കണം. Null set is a member of P of A. ഒരു എയുടെ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റ് അല്ലേ, അതിലെപ്പോഴും നൾ സെറ്റ് ഒരു മെമ്പർ ആയിരിക്കില്ലേ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇത് എഴുതുക. ഞാൻ പറയുന്നത് ഇങ്ങനെ 1-2 പോയിന്റ് എഴുതിയിട്ട് എല്ലാം കൂടെ നമുക്കൊരു ബോക്സിനകത്ത് വരച്ചേക്കും. ഓക്കെ, ശരി. രണ്ടാമത്തത് ക്യാപിറ്റൽ എ ബിലോങ്സ് ടു അല്ലെങ്കിൽ ഈസ് ആൻ എലമെന്റോ അല്ലെങ്കിൽ ഈസ് എ മെമ്പർ ഓഫ് പി ഓഫ് എ. ക്യാപിറ്റൽ എ എന്ന് പറയുന്നതും എപ്പോഴും പി ഓഫ് എയിലെ മെമ്പർ ആയിരിക്കും. നൾ സെറ്റും എപ്പോഴും പി ഓഫ് എയിലെ മെമ്പർ ആയിരിക്കും. ഇതിന്റെ കാരണം നൾ സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. അതേപോലെ ഏതൊരു സെറ്റും അതേ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ്. അപ്പൊ ഈ സിംബലിന് ഒന്നുകിൽ ബിലോങ്സ് ടു അല്ലെങ്കിൽ ഈസ് ആൻ എലമെന്റ് ഓഫ് അല്ലെങ്കിൽ ഇൻ, ഇങ്ങനെ പല വേർഡുകളും ഉണ്ട്. എല്ലാത്തിന്റെയും മീനിങ് ഈസ് എ മെമ്പർ ഓഫ് അല്ലെങ്കിൽ അതിനകത്തുള്ളത് എന്നാണ്. ഓക്കെ, ശരി. അടുത്തത് ലെറ്റ് നമ്പർ ഓഫ് എ. എഴുതുന്ന ശ്രദ്ധിച്ചോടെ എഴുതാം. ബോർഡ് എഴുതിയിട്ടുണ്ട്, ഓരോ പതുക്കെ എഴുതി മനസ്സിലാക്കി വന്നാൽ മതി. ലെറ്റ് നമ്പർ ഓഫ് എ ഈക്വൽ ടു സ്മോൾ ലെറ്റർ എൻ. ഇതിന്റെ മീനിങ് എന്തിനാണ്? എ എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് സ്മോൾ ലെറ്റർ എൻ. then നമ്പർ ഓഫ് പി ഓഫ് എ. ഇതിന്റെ മീനിങ് എന്താണ്? പവർ സെറ്റ് ഓഫ് എയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ആകെ സബ്സെറ്റുകളുടെ എണ്ണമായിരിക്കില്ലേ? അതായത് 2n. ഇത്രയും കാര്യങ്ങൾ ഒരു ബോക്സിനകത്ത് വരച്ചിടുക. ഈ 3 പോയിന്റ് ബോക്സിനകത്ത് വരച്ചിട്ടിട്ട് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നു പെട്ടെന്നാവട്ടെ. നൾ സെറ്റ് പി ഓഫ് എയിലെ മെമ്പർ ആയിരിക്കും. കാരണം നൾ സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. അപ്പൊ പി ഓഫ് എയിലെ മെമ്പർ ഉറപ്പായും എ തന്നെ വരും. ഇനി എയിൽ സ്മോൾ ലെറ്റർ എൻ എണ്ണം എലമെന്റ്സ് ഉണ്ടെങ്കിൽ പി ഓഫ് എയിലെ ആകെ എണ്ണം എന്ന് പറയുന്നത് അതിന്റെ ആകെ സബ്സെറ്റുകളുടെ എണ്ണമായ 2n. ഈ 2n ആണ് ആകെ സബ്സെറ്റുകളുടെ എണ്ണം എന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചതാണ്. അപ്പോഴേ ഒന്നുകൂടെ പറയാം, അതിനകത്ത് ഒന്നുകൂടെ പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പറയാം. നൾ സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റിന്റെ സെറ്റാണ് പി ഓഫ് എ. therefore നൾ സെറ്റ് ബിലോങ്സ് ടു പി ഓഫ് എ. ഏതൊരു സെറ്റും അതേ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് എ പി ഓഫ് എയിലെ ഒരു മെമ്പർ ആയിരിക്കും. ഇനി എയില് n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ എയുടെ ആകെ സബ്സെറ്റുകളുടെ എണ്ണം 2n ആണ്. അതുകൊണ്ട് തന്നെ പി ഓഫ് എയുടെയും ആകെ എണ്ണം 2n ആണ്. ഓക്കെ, ഈ ബോക്സിനകത്ത് വരച്ചിട്ട് എഴുതുന്ന പോയിന്റിൽ സംശയം ഉണ്ടോ നോക്കിയിട്ട് പറ പെട്ടെന്നാവട്ടെ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പറയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ലാസ്റ്റിൽ മാത്രം ഞാൻ ആൻസർ എടുക്കും. ഓക്കെ, നമുക്ക് ഇന്നത് പഠിച്ചു വേണം. പരീക്ഷയ്ക്ക്, അവസാനത്തെ പരീക്ഷയ്ക്ക് ഒരു വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ആൻസർ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഇതാണ്. കൺസിഡർ CONSIDER കൺസിഡർ
A equal to set 1, 2, 3. Then find find P of A. Then find P of A. ഇതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും സ്വന്തമായിട്ട് എഴുതി നോക്കുക. പെട്ടെന്നാവട്ടെ. എ തന്നിട്ടുണ്ട്, P of A കാണുക. ആരും ബോർഡിൽ നോക്കണ്ട, സ്വന്തമായിട്ട് ചെയ്യുക, സംശയമുള്ളത് മാത്രം. N of A equal to N എന്ന് പറയുന്നത് കാർഡിനൽ നമ്പർ തന്നെയാണ്. കാർഡിനൽ നമ്പർ അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് A റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു ടേം ആണ് കാർഡിനൽ നമ്പർ. ശരി തന്നെയാണ്. ശരി, ഞാൻ ആൻസറും എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ആൻസറും ഞാൻ ബോഡി എഴുതിയിരിക്കുന്ന ആൻസറുമായി കമ്പയർ ചെയ്ത് നോക്കുക. ശരി തന്നെയെന്ന് നോക്കുക. ഓക്കെ, ശരിയല്ല തെറ്റ് വന്നവരുണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. എങ്കിലേ എനിക്ക് നിങ്ങൾ ചെയ്തതാണോ മനസ്സിലായെന്ന് മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്നോട്ടെ. ഓക്കെ, ശരി. അപ്പോൾ ഒരു പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പഠിക്കും. ഒന്ന്, ഇതിന്റെ സബ്സെറ്റ് എഴുതാനും പഠിക്കും, എല്ലാ സബ്സെറ്റ് എഴുതാനും പഠിക്കും, അതിന്റെ സെറ്റ് എഴുതാനും പഠിക്കും. ഓക്കെ, അതിന്റെ എണ്ണം കറക്റ്റ് തന്നെയെന്ന് ചെക്ക് ചെയ്യാനും പറ്റും. ഇവിടെ ഇപ്പൊ 3 എണ്ണാണല്ലോ, 1, 2, 3. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 2⁻3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2. 2 × 2 4, 4 × 2 8 എണ്ണം വേണം. 1, 2, 3, 4, 5, 6, 7, 8. കറക്റ്റ് ആയല്ലോ? എല്ലാവർക്കും മനസ്സിലായി എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. അതും പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചതാണ്, അതും കൂടെ ഉണ്ട്. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ, ലെറ്റേഴ്സ് മാറി വരുന്നതേ ഉള്ളൂ. ഓക്കെ, consider the set capital A equal to consider the set capital A equal to ABC. Consider the set capital A equal to ABC. How many elements has P of A? Sir, one word question. How many elements has P of A? How many elements has P of A? ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. A തന്നിട്ടുണ്ട്, ABC ആണ്. അങ്ങനെയാണെങ്കിൽ P of A യിൽ എത്ര മെമ്പേഴ്സ് കാണും? ഓക്കെ, ABC ആയതുകൊണ്ട് N of A അത് നമുക്ക് 3 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ N of P of A അത് കാണുന്നതിനുള്ള ഇക്വേഷൻ ഇപ്പൊ നമ്മൾ പഠിച്ചു, 2⁻3. അതായത് 2 × 2 × 2 = 8. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതി പോലും നോക്കാതെ ഒറ്റ ഇതിൽ മനസ്സിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ സബ്സെറ്റ്, അതിന്റെ പ്രോപ്പർ സബ്സെറ്റ്, അതിന്റെ സൂപ്പർ സെറ്റ്, അതിന്റെ പവർ സെറ്റ്, ഇതെല്ലാം ഏകദേശം ക്ലിയർ ആയി കാണുമല്ലോ. ശരി ശരി. ഇനി ഇതിന്റെ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിനേഷന് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് കൂടെ ഒന്ന് നോക്കും.
എ ഈക്വൽ ടു സെറ്റ് എ ബി സി എന്ന് തന്നിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻ എഴുതണ്ട, ഞാൻ പറഞ്ഞിട്ട് പറയാം. Then write the total number of proper subsets of A. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എയില് 3 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോപ്പർ സബ്സെറ്റുകളുടെ ടോട്ടൽ എണ്ണം എത്ര? ഇതിന്റെ ആകെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 8 ആണെന്ന് അറിയാം, നമ്മളിപ്പോ കണ്ടുപിടിച്ചേ ഉള്ളൂ. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒഴികെ ഉള്ള എല്ലാ സബ്സെറ്റുകളുടെ എണ്ണം അല്ലേ? 8 നിന്ന് 1 കുറച്ചാൽ അപ്പോഴും ഓർമ്മിക്കുക, പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2n ൽ നിന്ന് 1 കുറയ്ക്കുക എന്നാണ്. അതായത് ഇവിടെ 2n ആയ 8 ൽ നിന്ന് 1 കുറയ്ക്കുക ഈക്വൽ ടു 7. എല്ലാവരും ആൻസർ എഴുതി കാണിച്ചു, 7 തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതൊരു പോയിന്റ് ആയിട്ട് നമുക്കൊന്ന് കുറിച്ച് വയ്ക്കാം. അവിടെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചു, ഒരു ബോക്സിനകത്ത് കൂടെ വരച്ച് വയ്ക്കും. If n of A equal to small letter n, n of A equal to small letter n, then the total number of proper subsets of A is 2n minus 1. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ എഴുതരുത്. നമ്മള് 10ാം ക്ലാസ്സിലൊക്കെ പറയുന്നത് 2n minus 1. 2n minus 1. ഇതിൽ ഏതാണ് ശരി? ആദ്യത്തേതാണ് രണ്ടാമത്തേതാണ്? ഓർമ്മിക്കുക, രണ്ടാമത്തേതാണ് ശരി. രണ്ടിനും 2 മീനിങ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് 1 കുറച്ചിട്ട് 2 എടുക്കുവാനാണ്. ഇവിടെയാണെങ്കിലോ 2n ൽ നിന്നും 1 കുറയ്ക്കാനാണ്. രണ്ടും 2 രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2n minus 1 എന്ന് പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ ആരും എഴുതി കളയരുത്. നോട്ട്ബുക്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിരിക്കും പഠിച്ചിരിക്കുക. ആൻസർ 2n minus 1 അടുത്ത ടേം ഇങ്ങനെ തന്നെ പറഞ്ഞു. ഓക്കെ, രണ്ടാമത് തന്നെയാണ് ശരി. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ നോട്ടും കൂടി ഒരു ബോക്സിനകത്ത് വരച്ചു. അപ്പൊ നമ്മള് ഏകദേശം ഈ ചാപ്റ്ററിന്റെ ഒരു 40% തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും സബ്സെറ്റുകളെ കുറിച്ച് പഠിക്കുക. ഇനി ഒരു ടൈപ്പ് ഓഫ് സബ്സെറ്റും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അത് കുറച്ചധികം പറയാനുള്ളതാണ്. ഇപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ.